ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമില്ലേ? അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു ചൊരക്ക കൊണ്ട് ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ അതിനായിട്ട് ചൊരക്കയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺപാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഉലുവയിട്ട് ഒന്ന് പൊട്ടിയ ശേഷം നല്ല ജീരകവും കൂടിയിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ മുറിച്ച് വെച്ച് സബോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 2 തക്കാളിയും 2-3 പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായി വഴന്നു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചൊരക്കയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചൊരക്കയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരമൂടി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ നന്നാക്കി കഴുകി വെച്ച ഉണക്ക മാന്തൾ ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.